ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ കൺസോളിഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായ ഒരു ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്, കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവർ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ അതിൻ്റെ എത്ര കൗണ്ട് വിറ്റു എന്നുള്ള ഒരു കണക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സമ്മറി വേണം, അല്ലെങ്കിൽ ഓരോ ഐറ്റംസും ഓരോ ഈ 4 മാസങ്ങളിലും എത്ര വിറ്റു എന്ന് ഒറ്റ ടേബിളിൽ തന്നെ വേണം. അപ്പോൾ നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മാനുവലായിട്ട് ഓരോന്നും നോക്കി എൻട്രി ചെയ്യണം. അതിന് പകരമായിട്ട് നമുക്ക് കൺസോളിഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺസോളിഡേഷൻ എവിടെയാണോ വേണ്ടത് അവിടെ കർസർ വെക്കുക. എന്നിട്ട് ഡേറ്റയിൽ ചെന്നിട്ട് കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിൽ റെഫറൻസിൻ്റെ അവിടെ നമുക്ക് എൻറ്റർ ചെയ്യേണ്ട എല്ലാ ഡേറ്റയുടെയും റേഞ്ചുകൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഹെഡിങ് ഉൾപ്പെടെ നമ്മൾ റേഞ്ചുകളെല്ലാം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ ബാക്കി എല്ലാ ഡേറ്റയും സെലക്ട് ചെയ്യുന്നു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന ഡേറ്റകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ താഴെ കണ്ട് യൂസ് ലേബൽസ് എന്ന് പറഞ്ഞ അവിടെ ടോപ്പ് റോയും ലെഫ്റ്റ് കോളവും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലെ എല്ലാ സെല്ലിംഗ് കൗണ്ട് കിട്ടി. എല്ലാം ഒറ്റ ടേബിളിൽ കിട്ടി. ഇതിനെ നമ്മൾ ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.